സ്വന്തമായി ഇത്തിരി മണ്ണിനു വേണ്ടി കാലങ്ങളായി സ്വപ്നം കണ്ട ആയിരങ്ങൾ കൂടി LDF സർക്കാരിന്റെ കാലത്ത് ഭൂമിയുടെ അവകാശികളായി മാറി. ഇങ്ങനെ പട്ടയം ഏറ്റുവാങ്ങിയവരിൽ കാസർഗോഡ് തൃക്കരിപ്പൂർ ആയിറ്റിയിലെ 23 കുടുംബങ്ങൾ കൂടിയുണ്ടായിരുന്നു. 3.5 പതിറ്റാണ്ടിന്റെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സ്വന്തം മണ്ണിൽ ഇവർ കാലുറപ്പിച്ചു നിൽക്കുന്നത്. കാഞ്ഞങ്ങാട് നടന്ന പട്ടയമേളയിൽ ചന്ദ്രശേഖരൻ MLA-യിൽ നിന്ന് ഭൂമിയുടെ രേഖകൾ ഏറ്റുവാങ്ങിയതോടെ തൃക്കരിപ്പൂർ IT നഗറിലെ 23 കുടുംബങ്ങളുടെ ഭൂമിക്കായുള്ള പോരാട്ടമാണ് ലക്ഷ്യം കണ്ടത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് വിരാമമായത്. സമര നിയമ പോരാട്ടത്തിന് കുടുംബങ്ങളെ അണിനിരത്തി നേതൃത്വം നൽകിയത് CPIM-ഉം KSKTU-വും. പട്ടയസമരം നയിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പേർക്ക് ജയിൽവാസമടക്കം അനുഭവിക്കേണ്ടി വന്നിരുന്നു. വർഷങ്ങളായി അവിടെ കുടിൽകെട്ടി താമസിക്കുന്ന ആൾക്കാർ പട്ടയം എന്ന മോഹം കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇത് പഞ്ചായത്ത് ഭൂമിയാണ്. ഈ ഭൂമി പട്ടയം അനുവദിക്കണമെങ്കിൽ പഞ്ചായത്തിലാണെന്ന് പറഞ്ഞ് വർഷങ്ങളായി UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി പട്ടയം അനുവദിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൻ്റെ ഭാഗമായി തന്നെ 2008 പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് 6ഓളം ആൾക്കാരെ ജയിലിലടക്കുന്ന ഒരു സമീപനം അടക്കം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുകയുണ്ടായി. ഈ മൊത്തം 23 കുടുംബങ്ങളും ഒറ്റ ഒരു ബസ്സിൽ കയറി വന്ന് ഈ പട്ടയം ഏറ്റുവാങ്ങുന്ന ഒരു സന്തോഷത്തിലേക്ക് ഇന്ന് എത്തിച്ചേർന്നത് ഈ LDF ഗവൺമെൻറ്റിൻ്റെ ഈ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ 10 വർഷം കൊണ്ട് 4.5 ലക്ഷം പട്ടയം കൊടുത്ത് ആ 4 ലക്ഷം ജനങ്ങളുടെ സന്തോഷം എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഈ 23 കുടുംബങ്ങൾക്ക് കിട്ടുമ്പോൾ ആ ഒരു ഇച്ഛാശക്തിയിലെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഉറച്ച നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വർഷങ്ങളായിട്ടുള്ള ഈ പട്ടയം എന്ന സ്വപ്നം ഈ IT നഗറിലെ നിവാസികൾക്കും പൂവണിഞ്ഞിട്ടുള്ളത്. പട്ടയം ലഭിക്കുന്നതിന് തൃക്കരിപ്പൂർ നോർത്ത് വില്ലേജ് ഓഫീസിൽ സംഘടിപ്പിച്ച അദാലത്തിൽ കലക്ടർക്ക് നിവേദനം നൽകിയിരുന്നു. 2023 കാലിക്കടവിൽ നവകേരള സരസിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ ഭാഗമായി പട്ടയം ലഭ്യമാക്കുന്നതിന് നടപടി ആരംഭിച്ചെങ്കിലും സ്ഥലത്തിന്റെ രേഖ കാണാനില്ലെന്ന് പറഞ്ഞ് പഞ്ചായത്ത് അധികൃതർ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് M. രാജഗോപാലൻ MLA-യുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളാണ് ഫലം കണ്ടത്. വർഷങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങളുടെ കൈവശമുള്ള ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. ലാൻഡ് ട്രിബ്യൂണൽ കോടതിയിൽ കുടുംബങ്ങൾ ഹാജരായി. വടക്കേ തൃക്കരിപ്പൂർ വില്ലേജിലെ റിസർവേ നമ്പർ 165 PT, 166 PT നമ്പറുകളിലായാണ് പട്ടയം നൽകിയത്. 33 വർഷമായി നമ്മ കുടിൽ കെട്ടി താമസിക്കുന്നത്. അത് കുറേ കാലമായി നമ്മ പഞ്ചായത്തിലും എല്ലാം കയറി ഇറങ്ങി അവർ ഇന്ന് തരാം നാളെ തരാമെന്നുള്ള അങ്ങനെ പറഞ്ഞിട്ട് നിന്നതാണ്. പഞ്ചായത്തിൽ പോയാൽ അവർ നമുക്ക് ഒരു ഇതും പരിഗണനയും തന്നിട്ട. പട്ടയം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ കുടുംബങ്ങളുടെ ഒത്തുചേരലും ഇഫ്താർ സംഗമവും IT നഗറിൽ സംഘടിപ്പിച്ചു. ജയിൽവാസം അനുഭവിച്ചവരെ ആദരിച്ചു. M. രാജഗോപാലൻ MLA ഉൾപ്പെടെയുള്ളവർ സഹന സമരത്തിനൊടുവിലുള്ള സന്തോഷ ഇഫ്താറിന്റെ ഭാഗമായി. കൈരളി ന്യൂസ്, കാസർഗോഡ്.